മൂഴിയാർ പണി തരുമോ? ഉറപ്പായും മൂഴിയാർ വരും. വിശ്വസിക്കാൻ കഴിയുന്ന ഏക വണ്ടിയാണ്. കഴിഞ്ഞ 43 വർഷമായി ഇതുവരെ മുടങ്ങിയിട്ടില്ല. ദാണ്ട വരുന്നു. ഞാൻ പറഞ്ഞില്ലേ മുടങ്ങില്ലെന്ന്. എത്ര? മൂഴിയാറിലേക്ക് ഇപ്പം വേറെ ബസ്സുകളുണ്ടോ? മൂഴിയാറിനിപ്പം 6 ബസ്സുണ്ട്. 2 ഗവി. തിരുവനന്തപുരം തന്നെ ഇത് കൂടാതെ രാവിലെ പോകുന്നൊരു തിരുവനന്തപുരമുണ്ട്. അല്ലാതെ 2 ബസ്സുകളുണ്ട്. KSRTC തന്നെ 6 ബസ് ഇപ്പം മൂഴിയാറിനുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യകാലം മുതലുള്ള വണ്ടിയല്ലേ? ഏറ്റവും പഴയ സർവീസ് ഇതാണ്. ഇപ്പോഴും മെയിൽ പോകുന്ന ഇതിലാണ്. പണ്ട് കാലത്ത് പാലും പച്ചക്കറിയും എല്ലാം മൂഴിയാറിലെത്തിക്കൊണ്ടിരുന്ന ഈ ബസ്സിലാണ്. അവിടെ കക്കിയിലും ആനത്തോട്ടിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരുന്നത് ഈ വാഹനത്തിലാണ്. ഈറ്റവെട്ടിന് തൊഴിലാളികൾ രാവിലെ ഈ ബസ്സിൽ പോയി തിരികെ ഇത് വരുന്ന സമയത്ത് പണി അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന രീതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. 43 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആദ്യകാല സർവീസാണ് KSRTCയുടെ തിരുവനന്തപുരം കാട്ടാക്കട പത്തനംതിട്ട മൂഴിയാർ എന്നാണ്. കാട്ടാക്കട മൂഴിയാർ. കാട്ടാക്കടയിൽ നിന്നും മൂഴിയാറിലേക്ക് 207 കിലോമീറ്റർ ദൂരമാണ് ബസ് ഒരു ഭാഗത്തേക്ക് മാത്രം ഓടുന്നത്. ആങ്ങമൂഴി പിന്നിട്ടാൽ പിന്നെ മൂഴിയാർ വരെ കൊടും കാട്ടിലൂടെയാണ് പോക്ക്. മൂഴിയാർ സംഭരണി കടന്ന് മല കയറിയാണ് 40-ൽ എത്തുക. ആങ്ങാമൂഴി മുതൽ മൂഴിയാർ വരെ 18 കിലോമീറ്ററാണ്. ഇതിൽ നമുക്ക് വനഭംഗി ആസ്വദിക്കാം. പിന്നെ അത് വന്യമൃഗങ്ങളെ കാണാം. അപൂർവമായിട്ടെങ്കിലും വന്യമൃഗങ്ങളെ കാണുന്നുണ്ട്. പിന്നെ നല്ല ശുദ്ധവായു ശ്വസിക്കാം. അതാണ് മെയിൻ. KSEB ജീവനക്കാരും കുടുംബാംഗങ്ങളും അടക്കം 200-ലധികം പേരുണ്ട് ഇവിടെ. ഇവരെയൊക്കെ വീടുകളുമായി ബന്ധിപ്പിക്കുന്നത് ഇതൊന്നു മാത്രമാണ്. ആഴ്ചയാരംഭത്തിൽ വീട് വിട്ടിറങ്ങുന്നവരെല്ലാം വാരാന്ത്യത്തിൽ ആനവണ്ടി കയറിയാണ് മടങ്ങുക. ഇതിലെ സ്ഥിരം യാത്രക്കാർ കുറേയേറെ പേരുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ഇതിലെ സ്ഥിരം യാത്രക്കാർ മൊത്തം ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ബസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ രാവിലെ മെസ്സേജ് ആ ഗ്രൂപ്പിൽ വരും. പിന്നെ ഓരോ പോയിന്റുകൾ കഴിയുമ്പോഴും നാട്ടിൽ നിന്ന് ചിലരെല്ലാം പാലും പലചരക്ക് സാധനങ്ങളും മൂഴിയാറിലെത്തിക്കുന്നതും ആനവണ്ടിയിലാണ്. തപാലുകളുടെ കാര്യം പറയാനുമില്ല. 26 വർഷമായിട്ട് ഈ ബസ്സുമായിട്ട് കണക്ഷനുണ്ട്. ഗവി കുമളി ബസ് വരുന്നതിന് മുമ്പ് ഈ ബസ്സിലായിരുന്നു പത്രം വരുന്നത്. പത്ര ഏജന്റ് കൂടിയാണ്. അത്യാവശ്യ എന്തെങ്കിലും കത്തുകളോ ഒക്കെ മുമ്പ് ഫോൺ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ജീവനക്കാർക്കുള്ള കത്തുകൾ വരെ തിരുവനന്തപുരത്തു നിന്നും അവിടുന്ന് പല സ്ഥലത്തു നിന്നും കൊടുത്തുവിടുന്ന കടയിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ ബസ്സിൽ കൊടുത്തുവിടുന്നു. അങ്ങനെ ബസ്സുമായിട്ടൊക്കെ അടുത്ത ഒരു ബന്ധമുണ്ട്. രാവിലെ 4:30 കാട്ടാക്കടയിൽ നിന്നും പുറപ്പെടും. 11:15 മൂഴിയാറിലെത്തും. പിന്നെ 3.5 മണിക്കൂർ വിശ്രമം. 2:45 പുറപ്പെടുന്ന സർവീസ് രാത്രി 9 തിരികെ കാട്ടാക്കടയിലെത്തും. യാത്രക്കാരെ കയറ്റിയിറക്കി കടന്നു പോവുകയല്ല. മൂഴിയാർ എന്ന ഉൾനാടൻ ഗ്രാമത്തിന്റെ ആത്മാവ് തൊട്ടാണ് സർവീസ്. മൂഴിയാറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ജീവനക്കാരോടൊപ്പമാണ്. നമ്മളിവിടുത്തെ KSEBയിൽ ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് നമ്മളെ അവർ കാണുന്നത്. നമുക്ക് ഇവിടുത്തെ ഭക്ഷണം തന്നെയും ക്യാൻറ്റീൻ്റെ ചാർജിലാണ് തരുന്നത്. പിന്നെ അവരെല്ലാ ഫംഗ്ഷനിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ദീർഘദൂര യാത്രയിൽ 43 വർഷം പൂർത്തിയാക്കിയ ബസ്സിന് അടുത്തിടെ തിരുവനന്തപുരത്ത് സ്വീകരണവും ഒരുക്കിയിരുന്നു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.